ആധുനിക ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അഥവാ ബ്യൂറോക്രസിക്ക് നിർണായകമായ പങ്കുണ്ട്. ജനാധിപത്യത്തെ തന്നെ പല തരത്തിൽ നിർവചിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ജനാധിപത്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ബൂർഷ്വാ ജനാധിപത്യമുണ്ട്, സോഷ്യൽ ഡെമോക്രസിയുണ്ട്, സോഷ്യലിസ്റ്റ് ഡെമോക്രസിയുണ്ട്, അങ്ങനെ പല തരത്തിലുണ്ട്. അത് ഭരണ തലപ്പത്ത് അധികാരത്തിലെത്തുന്ന ആര് തന്നെ ആയിരുന്നാലും അവരുടെ നയങ്ങൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കൂടിയേ തീരൂ. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം അല്ലെങ്കിൽ മധ്യം മുതൽ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കപ്പെട്ട കാര്യമാണ്. രാജഭരണമായിരുന്ന തിരുവിതാംകൂറിൽ പോലും സെക്രട്ടേറിയറ്റ് ഉണ്ടാകുന്നതും സെക്രട്ടേറിയറ്റ് സർവീസ് വരുന്നതൊക്കെ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ഉദ്യോഗസ്ഥന്മാരിലൂടെ ആണ് രാഷ്ട്രീയ പാർട്ടികൾ, ഭരണത്തലപ്പത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണചക്രം തിരിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന ശക്തമായ നിയമമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന അനുസരിച്ചു തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യയിൽ ഭരണവ്യവസ്ഥ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതും. അതിനൊരു വ്യതിചലനമുണ്ടായത് 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ്. അടിയന്തരാവസ്ഥ കാലത്താണ് പൗരാവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിച്ചമർത്തിക്കൊണ്ടും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിനു വേണ്ടി മിസ, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത്, DIR എന്ന് പറഞ്ഞ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന പേരിൽ ചട്ടം കൊണ്ടുവന്നതും സർക്കാരിൻ്റെ വരുതിക്ക് വഴങ്ങാത്ത വ്യക്തികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താനോ അല്ലെങ്കിൽ കൽത്തുറുങ്കിലടയ്ക്കാനോ ശ്രമിക്കുകയും ചെയ്ത് അതൊരു 19-20 മാസക്കാലത്തെ പ്രതിഭാസമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ അർത്ഥ ഫാസിസ്റ്റ് ഭരണം തുടങ്ങിയിരുന്നു എന്ന് അന്നത്തെ ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്ദിരാഗാന്ധിക്കുണ്ടായ തിരിച്ചടി, പിന്നീട് 77-ലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടത്, ഇന്നത്തെ ഭരണം നയിക്കുന്ന BJPയുടെ മുൻഗാമിയായ ജനസംഘത്തിൻ്റെ കൂടി സഹായത്തോടുള്ള ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതൊക്കെ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനമായി നമ്മൾ വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ 90കളുടെ ആരംഭത്തോടുകൂടി വീണ്ടും അനിശ്ചിതാവസ്ഥ തുടങ്ങി. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഇന്ത്യയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്തെ ചെറുത്തു നിന്ന സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി സോവിയറ്റ് യൂണിയനെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയിലെ മുതലാളിമാർക്ക് അത് വാങ്ങേണ്ടി വന്നു. അവർ അമേരിക്കൻ പിന്തുണ തേടിപ്പോയി. സ്വതന്ത്ര വ്യാപാരം കൊണ്ടുവന്നു, സ്വതന്ത്ര സമ്പദ്ഘടന കൊണ്ടുവന്നു. ഇന്ത്യയിലെ ഇന്നത്തെ സാമ്പത്തികമായ എല്ലാ ദുരന്തങ്ങൾക്കും തുടക്കം കുറിച്ചത് ഈ 91 കാലത്തെ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ, കമ്പോളവൽക്കരണ നയങ്ങൾ തുടങ്ങിയതോടുകൂടിയാണ്. അതിന് നേതൃത്വം കൊടുത്ത ധനകാര്യമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയായി ആ നയം തുടരുകയും ചെയ്തു. അവർ തുടങ്ങിവെച്ച നയം ഏറ്റവും ഫലപ്രദമായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഭരണ സർക്കാരാണ്. 99-2004 കാലത്തെ ഒന്നാം NDA സർക്കാരിന് നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഒരു മുന്നണിയായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം 1923-ൽ സാവർക്കർ പറഞ്ഞതും 25-ൽ RSSൻ്റെ നേതൃത്വത്തിൽ വന്നതുമായ പരിപാടി പൂർണ്ണമായി നടപ്പിലാക്കി തുടങ്ങാൻ 99-ൽ അവർക്ക് സാധിച്ചില്ല. പക്ഷേ നരസിംഹറാവുവിൻ്റെ നേതൃത്വം തുടങ്ങി വെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന സമ്പ്രദായം 99 തൊട്ട് അന്നത്തെ NDA സർക്കാർ തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. 2004 അത് പരാജയപ്പെട്ടു. ഇടതുപക്ഷത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് UPA സർക്കാർ അധികാരത്തിൽ വന്നത്. 2009-ൽ ആ സർക്കാർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഒരു വർഷം കൂടെ നീണ്ടുവന്നു. പക്ഷേ ആ പരാജയപ്പെടുന്നതിന് മുന്നോടിയായിട്ട് ഇടതുപക്ഷത്തെ അവർ ഒഴിവാക്കി. കാരണം UPAയിലെ ചില ഘടകകക്ഷികൾക്ക് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അപകടകരമാണെന്ന് മനസ്സിലായി. ഇടതുപക്ഷം പിൻസീറ്റിലിരുന്നു കൊണ്ട് ഡ്രൈവിംഗ് നടത്തുകയാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു. ജനക്ഷേമകരമായ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും ആ സർക്കാരിനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. 2014-ലെ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടി പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സംവിധാനം BJPക്ക് കിട്ടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഐജാസ് അഹമ്മദ് എന്ന് പറഞ്ഞ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ 2022-ൽ അന്തരിച്ചു പോയ ആളാണ് ഐജാസ് അഹമ്മദ്. അദ്ദേഹം പറഞ്ഞത് 90 വർഷക്കാലത്തെ ക്ഷമാപൂർവമായ കാത്തിരിപ്പിന് ശേഷമാണ് സംഘപരിവാറിന് പാർലമെൻറ്റിൽ അധികാരത്തിലെത്താൻ സാധിച്ചത്. പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയെ
ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമപരമായ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ അവർക്ക് സാധിച്ചു. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ല. ഇന്ത്യയിലെ ഇതര രാഷ്ട്രീയ പാർട്ടി, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയാവുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ സോഷ്യലിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ, ജന്മിവിരുദ്ധ കലാപങ്ങൾ, ജാതിവിരുദ്ധ കലാപങ്ങൾ ഒന്നും തന്നെ സംഘപരിവാർ നടത്തിയിട്ടില്ല, ഹിന്ദുത്വവാദികൾ നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചത്? അതിനവർ കൊടുത്ത പേര് സാംസ്കാരിക ദേശീയത എന്നാണ്. സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ് അവർക്ക് അധികാരത്തിലെത്താൻ സാധിച്ചത്. എന്താണ് ഈ സാംസ്കാരിക ദേശീയത? 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ ലോകമാസകലം മുതലാളിത്തം സാമ്രാജ്യത്വമായി വികസിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായൊരു മനോഭാവത്തിൻ്റെ പേരാണ്, ഒരു രാഷ്ട്രീയ ദർശനത്തിൻ്റെ പേരാണ് ദേശീയത. യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് വന്നത് ഒരു തരത്തിലും. യൂറോപ്യൻ രാജ്യങ്ങളിലെ ദേശീയതയെ ആക്രാമക ദേശീയത, അഗ്രസീവ് നാഷണലിസം എന്നും, ഇന്ത്യയെപ്പോലുള്ള കോളനി രാജ്യങ്ങളിലെ ദേശീയതയെ ഡിഫെൻസീവ് ദേശീയത, പ്രതിരോധ ദേശീയത എന്നും പറഞ്ഞു. ഈ ദേശീയതയ്ക്ക് ഒരു ഭൂപ്രദേശം ആവശ്യമാണ്. അന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു സാധനമല്ല. അന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു സാധനമായിട്ട് കൊണ്ടുവന്നതാണ് സിയണിസം. 897 ഹംഗറിക്കാരനായ തിയഡോർ ഹെഴ്സൽ പറഞ്ഞ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകത്തിലൂടെ കൊണ്ടുവരുന്ന സാംസ്കാരിക ദേശീയത, രാഷ്ട്രങ്ങൾക്ക്, ദേശരാഷ്ട്രങ്ങൾക്ക് അതീതമായി വംശീയമായി ജനങ്ങളെ സംഘടിപ്പിക്കുക. അങ്ങനെ സംഘടിപ്പിച്ചതിൻ്റെ ദുരന്ത ഫലമാണെന്ന് പാലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദേശരാഷ്ട്രങ്ങൾക്ക് അതീതമായി യഹൂദന്മാരെ ഒരുമിച്ച് യോജിപ്പിക്കുകയും അവർക്കൊരു രാഷ്ട്രം കൊണ്ടുകയും ചെയ്തപ്പോഴുണ്ടായ ദുരന്തമാണ് 930 മുതൽ പാലസ്തീനിൽ വെടിയേച്ച ഉയർന്നതും 48 ഇസ്രായേൽ എന്ന രാജ്യം വന്നതും. അതിന് സമാനമായൊരു സാംസ്കാരിക ദേശീയതയാണ് ഹിന്ദുത്വവാദികൾ ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് വിശ്വാസത്തിലൂടെ, ഈശ്വര ആരാധനയിലൂടെ, ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും ആരാധിച്ചിരുന്ന ദേവന്മാരെ, മലദൈവങ്ങളെ, കടലമ്മയെ ഒക്കെ ഇന്ത്യയിലെ സവർണർ ആരാധിച്ചു പോന്നിരുന്ന ദേവന്മാരുടെ പരിവാരങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷ ദൈവങ്ങളായിട്ടോ അവരുമായിട്ടോ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതെല്ലാം ഒരു കുടക്കീഴിലുള്ളതാണെന്നുള്ള ധാരണയുണ്ടാക്കാനും പറഞ്ഞ് പഠിപ്പിച്ച് 90 കൊല്ലമെടുത്തപ്പോൾ അവർക്ക് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളുടെ വിശ്വാസം കിട്ടിയില്ലെങ്കിലും കേവല ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചു. ജനങ്ങളിൽ ഭൂരിപക്ഷം ഇപ്പോഴും അവർക്കെതിരാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അവർ ചെയ്യുന്നത് എന്താണ്? ഭരണകൂടം എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തെ, ബ്യൂറോക്രസിയെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യം നടപ്പാക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് കഴിഞ്ഞ 10 കൊല്ലമായി കാണാം. ഒരു ഭാഗത്ത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കൂടെ തുടങ്ങിവെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെ തങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരുന്ന കോർപ്പറേറ്റുകൾക്ക് ചുരുങ്ങിയ വിലയ്ക്ക് വിറ്റു. ഈ കോർപ്പറേറ്റുകൾ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് എടുത്തിരുന്ന കടം എഴുതി തള്ളി. കോടിക്കണക്കിന് രൂപയുടെ കടമാണ് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്കുകളിൽ നിന്ന് എടുത്തിരുന്ന കടം അംബാനി, അദാനി മുതലായ ആൾക്കാർക്ക് ഇളവ് ചെയ്തു കൊടുത്തത്. അതായത് ജനങ്ങളുടെ പണം കൊള്ളയടിച്ചതിനെ സർക്കാർ അംഗീകരിച്ചു കൊടുത്തു. 2, ജനങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരുന്ന സ്വരൂപിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഏതാണ്ട് 30ഓളം സ്ഥാപനങ്ങൾ നെഹ്റുവിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. 43ഓളം സ്ഥാപനങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ചതാണ്. അതിൽ 30ഓളം, അങ്ങനെയുള്ള 70-ൽ പരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 30 ഇപ്പോൾ വിറ്റഴിച്ചിരിക്കുന്നു. അത് ഭൂരിപക്ഷവും വാങ്ങിയിരിക്കുന്നത് സംഘപരിവാറിനെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളെ പിന്തുണയ്ക്കുന്ന അംബാനി, അദാനി തുടങ്ങിയ ഗ്രൂപ്പുകൾക്കാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് അവരുടെ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ പരിശോധിച്ചാൽ അമ്പരപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ, അത്തരം കോർപ്പറേറ്റുകളെ ഒരു ഭാഗത്ത് സഹായിക്കുകയും അങ്ങനെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകൾ എന്നീ സ്ഥാപനങ്ങളെ, നമുക്ക് അവരെയും സാമ്പത്തിക സ്ഥാപനങ്ങളാണെങ്കിലും ബ്യൂറോക്രസിയുടെ ഭരണകൂട സ്ഥാപനങ്ങളായിട്ട് കണക്കാക്കാം, അവരെ ഉപയോഗപ്പെടുത്തി കോർപ്പറേറ്റുകളെ വളർത്തുന്നു. 2, ഇത്തരത്തിൽ കോർപ്പറേറ്റുകളെ വളരാൻ അനുവദിക്കുന്നതാണ് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ ഭരണവ്യവസ്ഥ എന്ന് വിമർശിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കാനും അവർക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കാനും അതിൻ്റെ പേരിൽ അന്വേഷണ പരമ്പരകൾ നടത്തി വർഷങ്ങളോളം പീഡിപ്പിക്കാനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്,
ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ CBI അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ വിഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. സൈന്യത്തെയും അർദ്ധസൈന്യ വിഭാഗത്തെയും ഇന്ത്യയിൽ അവർക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. കാരണം ഇന്ത്യയിലെ വിശാലമായ ഭൂപ്രദേശം, ഭരണഘടനയുടെ സംവിധാനമൊക്കെ അവർക്കത് തടസ്സമായി നിൽക്കുകയാണ്. അതില്ലാതെ തന്നെ ബ്യൂറോക്രസിയുടെ മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രതിപക്ഷത്തെയോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്ന മീഡിയകളെയോ എതിർക്കാനായിട്ടോ നശിപ്പിക്കാനായിട്ടോ സാധിക്കും. അങ്ങനെയാണ് CBI, ED മുതലായ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ ഒതുക്കുന്നത്. മറ്റൊന്ന്, എങ്ങനെയാണ് ഒരു ജനതയുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുക? ആധുനിക പൂർവ്വ കാലഘട്ടത്തിലാണെങ്കിൽ അത് മതസ്ഥാപനങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഈശ്വര വിശ്വാസമോ അതിലധിഷ്ഠിതമായ ഭാഷാ സാഹിത്യത്തിലൂടെയോ ആകാം. എന്നാൽ ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിന് ശേഷം, അത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം ഒരു ജനതയുടെ ഭാവിയെ തീരുമാനിക്കുന്നതാണ്. ഒരു ജനതയുടെ മനോഭാവത്തെ നിർണ്ണയിക്കുന്നതാണ്. അവരുടെ മതസങ്കല്പങ്ങൾ, അവരുടെ ജനാധിപത്യബോധം, സ്വാതന്ത്ര്യബോധം, അവകാശബോധം ഒക്കെ അവയൊക്കെ നിർണായകമായി സ്വാധീനിക്കുന്നത് വിദ്യാഭ്യാസമാണ്. പരമ്പരാഗത വിദ്യാഭ്യാസത്തിലൂടെയോ പാരമ്പര്യ മൂല്യങ്ങളിലൂടെയോ ഉണ്ടാകുന്ന സ്വാധീനത്തെ അതിജീവിച്ചുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം, ശാസ്ത്രത്തിലധിഷ്ഠിതമായ സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് ഭാഷാ പഠനത്തിലൂടെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം തെളിയിച്ചു കൊടുത്തു. അങ്ങനെയാണ് സർവകലാശാലകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുടെയും സ്രഷ്ടാക്കളായി മാറിയത്. ആ സംവിധാനം പൂർണ്ണമായി അറിയാവുന്നതുകൊണ്ടാണ് NCERT പോലുള്ള, അതായത് MHRDയുടെ മാനവശേഷി വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഒരു ഡസനോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിലുണ്ട്. NCERT ഉണ്ട്, CBSE ഉണ്ട്, AICT ഉണ്ട്, UGC ഉണ്ട്, NEPA ഉണ്ട്, ബാർ കൗൺസിലുണ്ട്, മെഡിക്കൽ കൗൺസിലുണ്ട്, ഡെൻ്റൽ കൗൺസിലുണ്ട്. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഉന്നത പൊതുവിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവയാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, ശൃംഖലയിലൂടെ നമ്മുടെ ശരീരത്തിലെ സിരാപടലം പോലെ കിടക്കുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിലൂടെ സംഘപരിവാറിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കുമെന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹിന്ദുത്വവാദികളുടെ നിയന്ത്രണത്തിലുള്ള NGOകൾ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ, അവരെവിടെയെങ്കിലും ഇരുന്ന് തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി, അവർ തയ്യാറാക്കുന്ന പരിപാടികൾ സർക്കാർ സ്ഥാപനങ്ങളായ NCERTയോ CBSEയോ UGCയോ പോലുള്ള സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കി അതിനെ ഭരണകൂടത്തിൻ്റെതാക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സിദ്ധാന്തത്തെ ഇന്ത്യൻ ഭരണഘടനയോ ദുരുപയോഗം ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി കൊണ്ടാണ് ചെയ്യുന്നതെന്ന ബോധ്യപ്പെടുത്തലിലൂടെ സർക്കാർ ഏജൻസികളിലൂടെ നടപ്പിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചരിത്രത്തെ കാര്യത്തിൽ, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാര്യത്തിൽ, ഫിലോസഫിയുടെ കാര്യത്തിൽ, സോഷ്യോളജിയുടെ കാര്യത്തിലൊക്കെ ഈ സമ്പ്രദായം നടപ്പിലാക്കുന്നു. പാഠ്യപദ്ധതിയിൽ അവർ ഇടപെട്ട് കഴിഞ്ഞു. പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നവരെ നമ്മൾ ബ്യൂറോക്രസി എന്ന് വിശേഷിപ്പിക്കുക. കാരണം വിദ്യാഭ്യാസ വകുപ്പിൽ വരുന്നവരും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും തന്നെ സിവിൽ സർവീസിൽ നിന്ന് വരുന്നവരാണ്. അധ്യാപകരാകുന്നവരെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ്. പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും സർവകലാശാല ബിരുദധാരികളാണ്. അവരെ നിയന്ത്രിക്കുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ബ്യൂറോക്രസിയിലൂടെ ഇന്ത്യൻ ജനതയുടെ മനസാക്ഷിയിലേക്ക് അല്ലെങ്കിൽ മനോഭാവത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും എന്നവർക്കറിയാം. അങ്ങനെയാണ് സമാന്തരമായൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഉണ്ടാക്കുകയും അതിനെ സർക്കാർ ഏജൻസികളോട് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അത് പഠിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, കാരണം വിദ്യാഭ്യാസം സ്റ്റേറ്റ് പട്ടികയിലായിരുന്ന കൺകറൻറ്റ് പട്ടികയിലാക്കി ഇപ്പോൾ കേന്ദ്രത്തിന് പൂർണ്ണമായി ഇടപെടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. കൺകറൻറ്റ് പട്ടികയിലുള്ള ഒരു വിഷയം സംസ്ഥാനവും കേന്ദ്രവും ഇടപെടുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിയമം നിലനിൽക്കുന്ന വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ പോലും വിദ്യാഭ്യാസം അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. കേന്ദ്ര പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രം ധനസഹായം തരികയില്ല. കേന്ദ്രം ധനസഹായം നടപ്പിലാക്കാതിരുന്നാൽ കേന്ദ്രത്തിന് വിരുദ്ധമായിട്ട്, ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായിട്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് കേരളം പോവുകയാണ്, അത് തീവ്രവാദമാണ് എന്ന് വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സംസ്ഥാനങ്ങളെ കുരുക്കിട്ട് നിർത്താൻ സാധിക്കും. മറ്റൊന്ന്, ഈ ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ കേന്ദ്രം നിയമിക്കുന്ന ഗവർണർമാർ, അവരിലൂടെ ഈ പരിപാടികൾ നടപ്പിലാക്കാൻ കേരളം നല്ല ഉദാഹരണം. കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാളൊക്കെ നല്ല ഉദാഹരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർവകലാശാലകളെ തലപ്പത്തിരിക്കുന്നവരെ നിയമിക്കേണ്ടത് ആരാണ്?
UGC ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർവകലാശാലകൾ നിലവിൽ വരുന്നത്. ആ സംസ്ഥാന സർവകലാശാലകളുടെ നിയമത്തിൻ്റെ കാര്യങ്ങൾ പോലും ഇപ്പോൾ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് UGC നിർദ്ദേശങ്ങൾ വരുന്നു. UGC എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം മാത്രമാണ്. ഒരു നിയമസഭ പാസാക്കുന്ന നിയമത്തെ വെല്ലുവിളിക്കാനുള്ള അധികാരം കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനത്തിനുണ്ടോ എന്ന നിയമപ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. നിയമപ്രശ്നം ശരിയായാലും നൈതികമായി ധാർമ്മികമായി അത് ശരിയാണോ എന്നുണ്ട്. കേരള സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് എത്തി നോക്കാൻ UGCക്ക് എന്തധികാരം? കേരളത്തിനകത്ത വിഷയങ്ങൾ കേരളീയരല്ലേ തീരുമാനിക്കേണ്ടത്. അതിനൊക്കെ ഇടങ്കോലിട്ടുകൊണ്ട് ഗവർണർ എന്ന് പറയുന്ന പദവിയെ, ഭരണഘടനാ പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബ്യൂറോക്രസിയുടെ നാനാ വിഭാഗങ്ങളെ, അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയിരുന്നാലും CBI ആയിരുന്നാലും ഇൻ്റലിജൻസ് ബ്യൂറോ ആയിരുന്നാലും റിസർവ് ബാങ്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും വിവിധ വകുപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണമുന്നയിച്ച് അവരെ പ്രതിക്കൂട്ടിലാണെന്ന് പബ്ലിക്കിൻ്റെ പൊതുജന മധ്യത്തിൽ ഒഴുകിയ മീഡിയ പോലും, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ, അപ്പോൾ ദൂരദർശനുണ്ട്, ആകാശവാണിയുണ്ട്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുണ്ട്, ആ സ്ഥാപനങ്ങളിലൂടെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ജനവിഭാഗത്തെയോ രാഷ്ട്രീയ പാർട്ടിയെയോ ഇകഴ്ത്തിക്കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫീച്ചറുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ കൊടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള ജനതയ്ക്ക് പൊതുവേ അപമാനകരമെന്ന് കരുതാവുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന, കേരളീയർ അങ്ങനെ വിലയിരുത്തിയ കേരള സ്റ്റോറി എന്ന് പറയുന്ന ചലച്ചിത്രം ദൂരദർശനിലൂടെ തന്നെ പ്രക്ഷേപണം ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ ശാഠ്യം പിടിച്ചതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് പ്രക്ഷേപണം ചെയ്യാനും ഇത് കേരള ജനതയെ ശത്രുപക്ഷത്ത് നിർത്തുക, കേരള ജനതയെ അപമാനിക്കുക. കേരളം ഇന്ന് ഒരു കേരളത്തിന് മാതൃകയായിട്ടൊന്നും ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. പക്ഷേ കേരളത്തെ മാതൃകയായിട്ട് പല സംസ്ഥാനങ്ങളും കണക്കാക്കുന്നുമുണ്ട്. സാക്ഷരത കൈവരിച്ച കാര്യത്തിലാണെങ്കിൽ, ആരോഗ്യ സുരക്ഷാ കാര്യത്തിലാണെങ്കിൽ, ജനക്ഷേമകരമായ മറ്റ് സാമൂഹ്യ സുരക്ഷാ പരിപാടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കേരളത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയായി കാണുന്നു. എന്നാൽ കേരളം മറ്റൊരു സംസ്ഥാനത്തെയും മാതൃകയാക്കാൻ കേരളത്തിന് കഴിയുന്നുമില്ല. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സംസ്ഥാനം, മറ്റെല്ലാ കാര്യങ്ങളിലും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കേണ്ടത് സംഘപരിവാറിൻ്റെ ഒരാവശ്യമാണ്. കാരണം 1920കളിൽ ഇറ്റലിയിലും 1930കളിൽ ജർമ്മനിയിലും 36 തൊട്ട് സ്പെയിനിലും ഫാസിസ്റ്റം എന്ന് പറയുന്ന സിദ്ധാന്തക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ ശത്രുവായി കണ്ടത് രണ്ട് കൂട്ടരെയായിരുന്നു. വംശീയവാദം ഉന്നയിച്ചുകൊണ്ട് ആൻറ്റിസെമിറ്റിസിസം എന്ന് നാസികൾ പറഞ്ഞു. അവർ ആര്യവംശ സിദ്ധാന്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവർ രണ്ടാമത്തെ ശത്രുവായി കണ്ടത് ബോൾഷെവിസത്തെയാണ്. അന്ന് സോവിയറ്റ് പാർട്ടി അറിയപ്പെട്ടിരുന്ന ബോൾഷെവിക് പാർട്ടി എന്നാണ് ബോൾഷെവിക് റഷ്യ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ കമ്മ്യൂണിസം അവരുടെ ശത്രുവാണ്. ജർമ്മനിയിൽ യഹൂദന്മാരായിരുന്നു. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ആര്യവംശക്കാരുടെ ശത്രു മുസ്ലിങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1923 വിനായക ദാമോദർ സാവർക്കർ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ആഭ്യന്തര ശത്രുക്കളായി 3 കൂട്ടരെ കാണിക്കുന്നുണ്ട്: ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ. അതുതന്നെയാണ് പിന്നീട് വിചാരധാരയിലും അതിൻ്റെ കർത്താവും പറയുന്നു, ആഭ്യന്തര ശത്രുക്കൾ. ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ആഭ്യന്തര ശത്രുക്കളെന്ന് അത് കാണുന്നു. അപ്പോൾ ഇന്ത്യ അതിൻ്റെ പിന്തുടർച്ചയാണല്ലോ ഇന്നത്തെ സംഘപരിവാർ നയിക്കുന്ന കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാരും തങ്ങളുടെ നയം വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ ജനസംഖ്യാപരമായി ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ അവർക്ക് സാധിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ ഒതുക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും കമ്മ്യൂണിസത്തിൻ്റെ വേരോടിയിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കലാപം കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽക്കൈ നേടിക്കൊടുക്കുമോ എന്നുള്ള ആശങ്ക ഭരണവർഗക്കാർക്ക് കലശലായി പിടികൂടിയിട്ടുമുണ്ട്. അത് ഇടത്തരം കച്ചവടക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സാമ്പത്തിക സമരമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എങ്കിലും സമീപഭാവിയിൽ തന്നെ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കാരത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും.
ഇപ്പം നടക്കുന്ന കർഷക സമരത്തിൻ്റെ അജണ്ടയിൽ അല്ലെങ്കിൽ സമര പരിപാടിയുടെ അവസാനത്തെ ഐറ്റമായിട്ടാണ് കാർഷിക ബന്ധ നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന കാര്യം പറയുന്നത് എങ്കിലും അടുത്ത സമീപഭാവിയിൽ തന്നെ കാർഷിക ബന്ധ പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക സമരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരേന്ത്യൻ BJPക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഉത്തരേന്ത്യയിലെ ജന്മിമാർക്കും കുലാക്കുകൾക്കും അല്ലെങ്കിൽ ഭൂസ്വാമിമാർക്കും ദോഷകരമായ നിലയിൽ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അണിനിരക്കുകയും അവരുടെ എല്ലാം കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവുകയും ചെയ്യും, സോഷ്യലിസ്റ്റുകാരുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ അവർ ശത്രുവായി, ഏറ്റവും പ്രബലമായ ശത്രുവായി ഭാവിയിൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാർവദേശീയമായ ബന്ധങ്ങളുമുണ്ട്, പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു അപകടം കാണുന്നത് കൊണ്ടാണ് അവർ ആഭ്യന്തര ശത്രുക്കളായി കണ്ടിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒതുക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തിന് മേൽക്കൈയുള്ള ഒരു സംസ്ഥാനമാണ്. ജനസംഖ്യയിൽ ഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റുകാരല്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും 1-2% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിക്കാറുണ്ട്. അങ്ങനെ ജയിക്കുന്നതിന് കാരണം 57 സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബന്ധ നിയമവും ആ കാർഷിക ബന്ധ നിയമം കേരള സമൂഹത്തിൽ വരുത്തിയ മാറ്റവുമാണ്. വിദ്യാഭ്യാസ വ്യാപനത്തിനിടയാക്കിയത്, ഇടത്തരം തൊഴിലാളി കർഷക കുടുംബങ്ങളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നത്, ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം ഭരണകൂടത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഇടയാക്കിയത് മുതലായ കാര്യങ്ങൾ കേരളത്തെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു. അതുകൊണ്ടാണ് കേരളത്തെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ കേരളം എടുത്തതുപോലെ സുധീരമായൊരു നിലപാട് മറ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പോലും കോൺഗ്രസ് പോലും അത് വച്ചിട്ടില്ല. എന്തുകൊണ്ട് കേരളം അങ്ങനെ എടുത്തു എന്നതിന് സംഘപരിവാർ മറുപടി പറയുന്നത് ഇവിടെ മുസ്ലിം പ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിങ്ങൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് തെറ്റായ നിലപാടാണ്. പൗരത്വത്തിന് മതം അടിസ്ഥാന ഘടകമാക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ഇടതുമുന്നണിയും പറയുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്താനാണെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ അവർ ഭയപ്പെടുന്നത് കമ്മ്യൂണിസത്തെയാണ്. കേരളത്തിനപ്പുറത്ത് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കോ കമ്മ്യൂണിസം വളർന്നു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി അവർക്ക് ഭീഷണിയാവും. അത് തടസ്സപ്പെടുത്തേണ്ടത് ആവശ്യവുമാണ്. ഇവിടെ ഫാസിസ്റ്റ് ഇറ്റലിയിലും നാസി ജർമ്മനിയിലും ചെയ്തതിന് സമാനമായ കാര്യങ്ങളാണ് ഇവിടെയും ചെയ്യുന്നത്. അവിടെ ഭരണകൂടം പട്ടാളത്തെ നിയന്ത്രിച്ചിരുന്നു. പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഗെസ്റ്റപ്പോ എന്ന് പറഞ്ഞ രഹസ്യ പോലീസ് മറ്റുദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊന്നൊടുക്കി. കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യം കൊന്നൊടുക്കിയത്. 1933 ജർമ്മൻ പാർലമെൻറ്റ് മന്ദിരത്തിന് തീവച്ച് നശിപ്പിച്ചത് അതിന് ശേഷം അതിൻ്റെ ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേൽ അടിച്ചേൽപ്പിച്ചു. അങ്ങനെയാണ് പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ കേസിൽ പ്രതിയാക്കുന്നതും ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ദിമിത്രോവ് മുന്നോട്ട് വയ്ക്കുന്നതും അത് സാർവദേശീയമായി അംഗീകരിക്കപ്പെടും. ആ സിദ്ധാന്തം ഇന്ത്യയിൽ ഇപ്പോഴും ബാധകമാണ്. അതിൻ്റെ ഒരു പ്രകടന രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ സഖ്യം. ഇന്ത്യയിലിപ്പോൾ സംഘപരിവാറിനെ എതിർക്കാനായി രൂപീകരിച്ചിരിക്കുന്ന ഇന്ത്യ സഖ്യം ദിമിത്രോവ് ജർമ്മൻ പാർലമെൻറ്റ് തീയിട്ട് നശിപ്പിച്ച നാസികളുടെ പ്രവൃത്തിയുടെ കുറ്റാരോപിതനായി വിചാരണ നേരിടുമ്പോൾ ദിമിത്രോവ് കോടതിയിൽ പറഞ്ഞതാണ് ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന്. ഇന്ത്യയിൽ ഫാസിസം നിലവിൽ വന്നിരിക്കുകയാണ്. അതിനെതിരായൊരു ഐക്യമുന്നണിയായിട്ടാണ് ഇന്ത്യ സഖ്യം വരുന്നത്. അപ്പോൾ ജർമ്മനിയിലും ഇറ്റലിയിലും ഫാസിസ്റ്റുകൾ ഏത് നടപടിക്രമം ഉപയോഗിച്ചുകൊണ്ടാണോ അധികാരത്തിൽ കയറിയതും അധികാരത്തിൽ തുടരാൻ ശ്രമിച്ചതും അതേ നയപരിപാടികൾ തന്നെയാണ് യാതൊരു വ്യത്യാസവും കൂടാതെ ഇന്ത്യയിലും നടപ്പിലാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. പ്രാദേശികമായ വ്യത്യാസമുണ്ടാവാം, 10-80 കൊല്ലം കഴിഞ്ഞതിൻ്റെ മാറ്റങ്ങളും ഉണ്ടാവാം. ഇലക്ട്രോണിക് മീഡിയ അതിശക്തമായി ഉപയോഗിക്കുന്നു. മൂലധനം നിക്ഷേപിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അവർ വിലക്കെടുക്കുന്നു. ആ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ അപകീർത്തിപ്പെടുത്തുന്നു. അവിടെ ഗീബൽസിൻ്റെ നേതൃത്വത്തിൽ പ്രചരണത്തിലൂടെ എങ്ങനെയാണോ നാസി ഹിറ്റ്ലറുടെ
പരിപാടികളെ പ്രചരിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇതര പ്രവർത്തകരെയും ഇകഴ്ത്തുകയും ചെയ്തതിന് സമാനമായിട്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മീഡിയകളെയും വിലക്കെടുക്കുന്നു, അവരെ ഉപയോഗിച്ച് അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് വഴങ്ങാത്ത മീഡിയകളെ അറസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ജീവനക്കാരെയോ പ്രതിവാസികളെയോ ജയിലിലടക്കുകയും ചെയ്യുന്നു. വിചാരണ നടന്നിട്ടില്ല, കേസിൽ തെളിവുകളില്ല, വിചാരണയ്ക്ക് വിധേയമായി അണ്ടർ ട്രയൽസ് എന്ന പേരിൽ കോടതിയിൽ ജയിലിലടച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. കുറ്റാരോപിതനായിട്ടല്ല നിൽക്കുന്നത്, സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. 10-15 കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം കുറ്റമുക്തനായി വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നല്ല പങ്കും പോയി, അവരുടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അപ്പോഴേക്കും കാലഹരണപ്പെട്ടിട്ടുമുണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മൂലധന ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംഘപരിവാർ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസിസം എന്ന് പറയുന്നത് കോർപ്പറേറ്റിസമാണ്. ബൂർഷ്വാ ജനാധിപത്യത്തിൽ മുതലാളിമാർ തങ്ങളുടെ പ്രതിനിധികളായി ചില ആൾക്കാരെ നിയോഗിക്കുകയും അവർ മത്സരത്തിൽ പങ്കെടുക്കുകയും പാർലമെൻറ്റ് അംഗങ്ങളായി തീരുകയും ചെയ്യും. അവരവിടെ വാദിക്കുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടുന്നവർ ഭരിക്കും. ആ ഭൂരിപക്ഷം കിട്ടുന്നവർ ഭരിക്കുന്നത് മുതലാളിമാരുടെ താല്പര്യത്തിന് വിധേയമായിട്ടായിരിക്കും. എന്നാൽ ഫാസിസം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾ തന്നെ നേരിട്ട് ഭരിക്കുന്നതാണ്. അവരുടെ വക്താവായിട്ട് ഒരു ഭരണകർത്താവ് ഉണ്ടാവും. ആ ഭരണകർത്താവിൻ്റെ പ്രസ്താവനകളോ പ്രസംഗങ്ങളോ നയപരിപാടികളോ സൂക്ഷ്മ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ, മെഡിക്കൽ സയൻസിൽ നമ്മൾ സ്കാനിങ് എന്ന് പറയും, സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അത് കോർപ്പറേറ്റ് താല്പര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോദി നല്ലൊരു പ്രസംഗകനാണ് എന്നതിനൊഴികെ മറ്റൊരു കാര്യത്തിലും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമില്ല. നല്ല പ്രസംഗകനാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ വാജ്പേയിയുടെ പ്രസംഗ ശൈലിയിലേക്ക് അദ്ദേഹം എത്തുന്നതുമില്ല. വാജ്പേയി കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗം നടത്താൻ മിടുക്കനായിരുന്നു. എന്നാൽ മോദിക്ക് ആ പാഠവം കിട്ടിയിട്ടില്ല. മോദി പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കോർപ്പറേറ്റുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ കോർപ്പറേറ്റ് ഭരണത്തിലേക്ക് ഇന്ത്യയെ വിട്ടുകൊടുക്കണമോ വേണ്ടായോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനം ഒരു നിർണായക ശക്തിയാണ്. ദരിദ്ര കർഷകരെ ആയിരുന്നാലും മറ്റ് ദരിദ്ര ജനവിഭാഗങ്ങളെ ആയിരുന്നാലും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബാങ്കിങ് സമ്പ്രദായം വരുന്നത്. ആ സഹകരണ സംഘങ്ങൾ ബാങ്കിങ് പരിപാടി നടത്താൻ പാടില്ല എന്ന് റിസർവ് ബാങ്കിനെ കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിടിവിച്ചു. എന്ന് വെച്ചാൽ ബാങ്കിങ് പാടില്ല, എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സെക്ടറിനെ തകർക്കുക, ആ കോപ്പറേറ്റീവ് സെക്ടർ വഴി ജനങ്ങളെ സഹായിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക. അത് ജനകീയമായ പ്രതിരോധമാണ് നമ്മൾ സാമ്പത്തിക രംഗത്ത് കോപ്പറേറ്റീവ് സെക്ടർ ഉയർത്തിയത്. അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്ക് അന്വേഷണം നീളുന്നതും തെളിവില്ലാഞ്ഞിട്ടും അന്വേഷണത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യലുകൾ നീണ്ടു പോകുന്നതും. ചില സഹകരണ ബാങ്കുകൾ പോക്കരിത്തരം കാണിച്ചിട്ടുണ്ടാവാം, തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. തെറ്റ് ചെയ്തെങ്കിൽ നിയമി അവരെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. അതിൽ യാതൊരു മയവും കൊടുക്കേണ്ടതില്ല, കർശനമായ നടപടി എടുക്കണം. പക്ഷേ എന്ന് വെച്ച് സഹകരണ മേഖലയെ പൊതുവേ അതിടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടക്കാൻ പാടില്ല. എന്തുകൊണ്ട് കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിനെ കേന്ദ്ര സർക്കാർ വല വീശുന്നു അല്ലെങ്കിൽ എയിം ചെയ്യുന്നു? അതിന് കാരണം കോർപ്പറേറ്റിസമാണ്. കോർപ്പറേറ്റിസത്തിനെതിരെ കോപ്പറേറ്റീവ് എന്നതാണ് നയം. ആ നയത്തെ തുരങ്കം വയ്ക്കുക എന്നതാണ് കേരളത്തെ ആക്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും ശക്തമായ കോപ്പറേറ്റീവ് സ്ഥാപനമാണ് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ലോകത്തിലെ രണ്ടാമത്തത്. ഒന്നാമത്തെ സ്പെയിനിലുള്ളൊരു സംഘടനയാണ്. ഏഷ്യയിലെ ഒന്നാമത്തെ സ്ഥാപനമാണ്, സഹകരണ സ്ഥാപനമാണ്. അത് നവോത്ഥാനത്തിൻ്റെ തൊഴിലാളി വർഗ മുഖമാണ്. ജാതി വിരുദ്ധവും അനാചാരപരവുമായ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ, അതിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നാണയ സംഘമാണ് ഊരാളുങ്കൽ സഹകരണ സംഘമായി മാറിയത്. ഇന്ന് ഏഷ്യയിലെന്ന് മാത്രമല്ല, ഈ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തമായ നിർമ്മാണ സ്ഥാപനമായി അവർ മാറിയിരിക്കുന്നു. ആ സ്ഥാപനം സൊസൈറ്റിയാണ്, സഹകരണ സംഘമാണ്. ആ സഹകരണ സംഘം കേരളത്തിൽ നിലനിൽക്കുന്നത് നിർമ്മാണ കമ്പനികളായ അദാനിക്കോ അംബാനിക്കോ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ ഒക്കെ ദോഷകരമായി വരും. അപ്പോൾ അംബാനിയുടെയും അദാനിയുടെയും അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഒക്കെ സ്ഥാപനം അവർ വക്താവായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി നിൽക്കുന്നത് എങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കോപ്പറേറ്റീവിനെ തകർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചെറിയ സഹകരണ സംഘങ്ങളിൽ തുടങ്ങി വലിയ സഹകരണ സംഘത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള നയത്തിൻ്റെ ഭാവവും കൂടെയാണ് ഈ ഇ അന്വേഷണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോർപ്പറേറ്റിസത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്.
നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ലോക സഞ്ചാരം നടത്തുന്നത് അംബാനിയുടെയും അദാനിയുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയത് അംബാനിക്കാണ്. കാരണം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലെ തൊഴിലാളികളെ കൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് അതിനെ റിഫൈൻഡ് ഓയിലാക്കി വിദേശത്തേക്ക് കൂടിയ വിലയ്ക്ക് കയറ്റുമതി ചെയ്തത് അദാനിയായിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൽക്കരി ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലെ ഫാക്ടറികളിൽ അതിനെ വൈദ്യുതിയാക്കി മാറ്റി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വിറ്റ് ലാഭമുണ്ടാക്കുന്നത് അദാനിയാണ്. അപ്പോൾ കേരളത്തിലെ KSEBക്ക് ദോഷം വരുന്നത് ഇങ്ങനെ കറണ്ട് വാങ്ങുന്നത് കൊണ്ടാണ്. വാങ്ങാതിരിക്കാൻ നിവൃത്തിയുമില്ല. ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ആക്രമണത്തിൻ്റെ പേരിൽ ദോഷം വരാൻ സാധ്യതയുള്ളത് അദാനിയുടെ ഖലീഫ തുറമുഖമാണ്. അത് ഇസ്രായേലിലെ ഏറ്റവും വലിയ തുറമുഖമാണ്, അന്താരാഷ്ട്ര തുറമുഖമാണ്. അതിൻ്റെ നിയന്ത്രണം അദാനിക്കാണ്. അവിടെ വരുന്നു ഗുജറാത്തിലെ ബാന്ദ്ര തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, കൊളംബോ തുറമുഖം, മലേഷ്യയിലെ കൊലാലംപൂർ തുറമുഖം. ഇതെല്ലാം തന്നെ അദാനിയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ അദാനിക്ക് താല്പര്യമുള്ളവയാണ്. അപ്പോൾ വിദേശ സഞ്ചാരം നടത്തുന്ന മോദി പ്രധാനമന്ത്രി ആർക്കു വേണ്ടിയാണ് ഈ യാത്ര നടത്തുന്നത്? അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഭരണകൂട വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യുകയും അധികാരത്തിലിരിക്കാൻ സംവിധാനമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന് മറുപടി പറയേണ്ടത് ഇന്ത്യൻ ജനതയാണ്. പക്ഷേ ജനതയ്ക്ക് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നത് പോലെ ഈ കൊട്ടെണ്ണ കുടിച്ച ഓന്തിനെ പോലെ വട്ടം ചുറ്റുകയാണ്. ഓന്തിന് എണ്ണ കൊടുത്ത് അത് ബോധം പോവില്ല, ഇങ്ങനെ കറങ്ങി കിടക്കും, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു, അതിങ്ങനെ കറങ്ങി കിടക്കും. കൊട്ടെണ്ണ കുടിച്ച ഓന്തിനെ പോലെ എന്നൊരു പ്രയോഗം OV വിജയൻ നടത്തുന്നത്. അതുപോലെ കൊട്ടെണ്ണ കുടിച്ച ഓന്തിനെ പോലെ ഇന്ത്യൻ ജനതയായിട്ട് വട്ടം ചുറ്റിക്കുക. അത് രാമക്ഷേത്രത്തിൻ്റെ പേരിലാവാം, ശൈവ ചെങ്കോലിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാവാം. അങ്ങനെ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ മഹാഭൂരിപക്ഷം ജനങ്ങളെയും മയക്കി നിർത്തുകയും മറുഭാഗത്ത് കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി ഭരണകൂട വ്യവസ്ഥയെ മാറ്റുകയും ചെയ്യുന്നു. അതിലേക്ക് വേണ്ടി ഭരണകൂട സംവിധാനങ്ങളെ, ബ്യൂറോക്രസിയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. ആ ദുരുപയോഗം ചെയ്തതിലാണ് നമ്മൾ തുറന്നു കാട്ടേണ്ടത്. ഈ ചാഞ്ചാട്ട സ്വഭാവമുള്ള മധ്യവർഗം എങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കും. ഭരണകൂടത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇന്ത്യയിലെ ഇടതുപക്ഷവും ഇന്ത്യയിലെ മധ്യവർഗം, ഇടതുപക്ഷമല്ല മധ്യവർഗം അങ്ങോട്ട് ചായാൻ സാധ്യതയുണ്ട്. മധ്യവർഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗ നേതൃത്വവും ചിലപ്പോൾ അങ്ങോട്ടേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷ സ്വഭാവം അണിഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അങ്ങോട്ടേക്ക് മാറാൻ സാധ്യതയുണ്ട്. അവരെയൊക്കെ തങ്ങളുടെ നിലപാടിൽ ഉറപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. ഇത് തുറന്നു കാട്ടേണ്ടത് ആവശ്യമാണ്. ഇതൊരു സാംസ്കാരികമായ സമരവും കൂടെ, രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമരം മാത്രമല്ല, ഇതൊരു സാംസ്കാരികമായ സമരമാണ്. ഒരു സാംസ്കാരിക വിപ്ലവവും കൂടെ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട വേദിയായി മാറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫാസിസം ഒരു കാലത്ത് ദീർഘകാലം വാഴ്ന്നിട്ടില്ല. ടൊട്ടാലിറ്റേറിയനിസം എന്ന സർവാധിപത്യ സ്വഭാവം ഒരു ജനതയെ കീഴ്പ്പെടുത്താനാവില്ല, അല്പകാലത്തേക്ക് നിൽക്കും. കാർമേഘം വന്ന് സൂര്യനെ മറയ്ക്കുന്നത് പോലെ ശക്തമായ കാറ്റ് വന്ന് കാർമേഘം മാറിപ്പോകുമ്പോൾ സൂര്യൻ പഴയ പ്രതിഭയോടുകൂടി തിരിച്ചു വരും. സൂര്യ സഹസ്രസ്യ എന്ന് പറയുന്ന പോലെ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉയർന്നതുപോലെ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ആ ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. ഭരണകൂട സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ഫാസിസ്റ്റ് രീതിയാണ്. അത് തുറന്നു കാട്ടുകയാണ് നമ്മുടെ കർത്തവ്യം.